ചിന്തിക്കുന്ന എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കേരള ടു കശ്മീർ യാത്ര അങ്ങനെ അവസാനത്തെ 280 കിലോമീറ്റർ യാത്രയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോളി ഫാമിലി കോൺവെൻറ്റ് സ്കൂളിലാണ്. ഇവിടെയായിരുന്നു 2 ദിവസം ഫുള്ളി റിക്കവർ ആയതിനു ശേഷം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നഗരി പരോൾ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഉധംപൂർ ശ്രീനഗറിലേക്ക് ഞാൻ അടുത്ത എൻ്റെ സുഹൃത്തുള്ളത് ശ്രീനഗറിലുള്ള ഒരു ഇതിൻ്റെ അടുത്താണ് കേട്ടോ. ലൊക്കേഷൻ എനിക്കറിയില്ല. ഇവിടെ നിന്ന് 285 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗർ എത്താൻ വേണ്ടിയിട്ട്. ലാസ്റ്റത്തെ 285 കിലോമീറ്റർ 3800 കിലോമീറ്ററിന് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇവിടെ നിന്ന് എല്ലാവരോടും നമ്മൾ യാത്ര പറഞ്ഞ് ഇന്ന് നമ്മൾ ഉധംപൂർ പിടിക്കാൻ പറ്റുമോ നോക്കാണ്. കാരണം ഇനിയുള്ള 285 കിലോമീറ്റർ ഫുള്ള് ക്ലൈമ്പും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ പയ്യെ സ്ലോ പേസിലാണ് പോകണുള്ളൂ. കാരണം ലാസ്റ്റ് കൊണ്ട് കലം ഉടയ്ക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. സോ നമ്മുടെ സ്പോൺസേഴ്സ് ടോഡ്, എക്ടർ ഫാഷൻ, തൃശ്ശൂർ ബൈക്കേഴ്സ് ക്ലബ്ബ്, അതുപോലെ തന്നെ നള പെറ്റ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുകളുടെ, പിന്നെ പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാരുകളുടെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇവിടെ സേഫായിട്ട് എത്തിയിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് പോവാട്ടോ. നഗരി പരോൾ എന്ന് പറഞ്ഞ ഗ്രാമത്തിനോട് നമ്മൾ വിട പറഞ്ഞ് സർവീസ് റോഡും പിടിച്ച് നമ്മൾ ഈ ഹൈവേ കയറാൻ പോവാണ് കേട്ടോ. ഹൈവേ അധികം ദൂരമില്ല. നമ്മൾ ജമ്മു ടൗണിലേക്ക് ടച്ച് ചെയ്യണില്ല കേട്ടോ. ഉധംപൂർ പോകാൻ വേണ്ടിയിട്ട് ജമ്മു ടൗൺ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഹൈവേ കയറിയിട്ട് നേരെ നമ്മൾ ഉധംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണം കേട്ടോ. നമ്മൾ ആ വഴിയിലേക്ക് കയറിയിട്ടാ. രാംകോട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 60 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഒരു ഗിയർ മാറ്റട്ടെ. ഓക്കെ, കുറച്ച് വളവും കയറ്റവും കൂടുതലുണ്ട്. പക്ഷേ 10-60 കിലോമീറ്റർ കുറയുന്ന പറഞ്ഞേട്ടാ. ഇവിടെ കുറേ ലോറികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ കഷ്ടപ്പാട് തോന്നണില്ല. അവസാനത്തെ ഇതായതുകൊണ്ട് ആ ഒരു അഡ്രിനാളിൻ ആ ഒരു കിക്കിലിപ്പോൾ പോകണേട്ടാ. ലാസ്റ്റത്തെ 250 കിലോമീറ്റർ. സോ നമ്മൾ റൂട്ടിലേക്ക് കയറി. ദൈവേ, ഇങ്ങനത്തെ ലോറികൾ വരുമ്പോഴാണ് പണിയാവാട്ടോ. കമാൺ, എന്നെ വഴിയിൽ പെടുത്തല്ലേ. ഓക്കെ, സോ പയ്യഞ്ഞിക്ക് കയറണം ഗൈസ്. ഇതുവരെ നാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഇത്ര ടഫായിട്ട് ഒറ്റ റൂട്ടും തോന്നിയിട്ടില്ല കേട്ടോ. നോക്കി പരുന്തൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പരുന്തുകൾ ഫുള്ള് വിജനമായ വഴികളാണ് കേട്ടോ. രാംകോട്ട് ഈ റൂട്ട് ആണ്. നിങ്ങൾ കശ്മീർ യാത്ര തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ബി പ്രിപ്പയർഡ് ഫോർ ക്ലൈംബ്സ്. അടിപൊളി ക്ലൈമ്പുകളുണ്ട്. ഞാൻ മാക്സിമം ചവിട്ടി. ഇനി ചവിട്ടിയ കുണ്ടി വാനെടുക്കുക, അതാണ് മെയിൻ പ്രശ്നം. ഡെക്കാത്തലോണ്ടോ കയറ്റിട്ടതാ, എന്നിട്ടും കുണ്ടി ഒരു മാതിരി വേദന. എൻ്റെ അമ്മോ, അതാണ്. ബാക്കി പ്രശ്നമില്ല, ഇരിക്കാൻ പറ്റണില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇത്രയും നേരം ഈ മല കയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നല്ല റോഡൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ, കൂടുതലും സ്ഥലങ്ങളിൽ നല്ല റോഡായിരുന്നു. അത് കഴിഞ്ഞ് കയറ്റം കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോൾ നോക്കുമ്പോൾ ദേ കിടക്കണ്. എൻ്റെ അമ്മ അടിപൊളി. നേപ്പാളിൽ ഓഫ് റോഡ് ചെയ്യാൻ പോയിണ്ടായിരുന്നില്ലേ? നേപ്പാൾ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അവിടെ പോയ പോലെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കയറ്റം പൊട്ട റോഡാണ്. പക്ഷെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നല്ല രസമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ കയറ്റം കഴിയില്ലല്ലോ. നല്ല രസമുണ്ട് അവിടെ നിന്ന് വ്യൂ. പക്ഷേ ഇങ്ങോട്ടുള്ള കയറ്റമാണ് പറ്റാത്ത കേട്ടോ. ഓ, 6 ആക്ക് അടിച്ച് കയറി പോകേണ്ടി വരും. 6 ആക്ക് അടിച്ച് കയറി പോകേണ്ടി വരും കേട്ടോ. അടിപൊളി. സോ ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ കേരള ടു കശ്മീർ യാത്ര ഇറങ്ങാൻ.
ഈ വഴി രാംകോട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് കേട്ടോ. ആ മല കയറി കഴിഞ്ഞ് എത്തിയത് ഞാൻ ചെറിയൊരു ടൗണിലേക്കായിരുന്നു കേട്ടോ. ആ ടൗണിൽ നമുക്ക് ചെറിയൊരു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒന്ന് സ്റ്റോപ്പ് എടുത്തു. കാരണം എനിക്ക് ഈ മല കയറി ഇറങ്ങണം കേട്ടോ രാത്രി ആകുമ്പോഴേക്കും. കാരണം ഈ മലയിൽ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. പെട്രോൾ പമ്പോ താമസിക്കാൻ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ 100 കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടുന്ന അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഹോട്ടല് ഒരു കട ഞാൻ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി യാത്ര കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അധികം സമയം കളയാനില്ല നമുക്ക് ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. കയ്യിൽ ORS അത്യാവശ്യത്തിന് സ്റ്റോക്കും ഉണ്ടായിരുന്നു കയ്യിൽ. ട്രിപ്പിലത്തെ യാത്രയിലത്തെ ആദ്യത്തെ മഴ കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. എന്തൊക്കെ കാലാവസ്ഥയാ. മഞ്ഞ്, മരുഭൂമി, മഴ, ഓരോരോ കാലാവസ്ഥകൾ. അത്രയ്ക്ക് സ്ട്രോങ് അല്ല, പക്ഷേ അധികം നനയാൻ പറ്റില്ല കേട്ടോ. വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നുമല്ല ബാഗ്. പ്രത്യേകിച്ച് ഈ സാധനമൊക്കെ ഇതാവും, നനഞ്ഞു കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. ചെറിയൊരു മഴക്കാരുണ്ട് മേലെ, അതിൻ്റെ ഇരിക്കുന്നുണ്ട് ചെറിയൊരു മഴ. കാശ്മീർ മഴയാന്ന് കേട്ടിട്ടുണ്ട്. കാശ്മീർ എത്താറായല്ലോ അല്ലേ, അതിന് ഇതായിരിക്കട്ടെ, എഫക്റ്റ് ആയിരിക്കും. അടിപൊളി. നോക്കിയേ, ഇവിടെ ഒരു തുരങ്കം ഉണ്ട് കേട്ടോ. നല്ല രസമില്ല ഇത് കൊള്ളാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ. എൻ്റെ അമ്മേ, തലേ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോക്ക് റൈഡറിൻ്റെ ഹെൽമെറ്റിൻ്റെ ഡ്രോപ്പ് ടെസ്റ്റ് ആയിരിക്കും. എൻ്റെ അമ്മോ, അടിപൊളി. കൊള്ളാട്ടാ. എനിക്ക് ഈ തുരങ്കം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ. ചെറിയ തുരങ്കമാണ്, പക്ഷെ ഒരു ക്ലിഫിൻ്റെ സൈഡിൽ കൂടെയൊക്കെ എൻ്റെ അമ്മ ഒറ്റ കൈ കൊണ്ടാ ചെസ്റ്റ് മൗണ്ട് എടുത്തിട്ടില്ല കേട്ടോ. ഇതേ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്. പക്ഷേ ഇവിടെ ഒരു തുരങ്കം ഉണ്ട് കേട്ടോ. ഇന്ത്യയിലത്തെ ഏറ്റവും നീളം കൂടിയത് 12 കിലോമീറ്റർ ആണ് നീളമുള്ളത്. അത് ഉധംപൂരാണ് എത്തുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട്. അത് നോക്കണം കേട്ടോ. തണവ് അങ്ങോട്ട് ആയി വരുന്നില്ല. നമ്മുടെ അച്ഛൻ പറഞ്ഞു ഉധംപൂർ ചിലപ്പോൾ സ്നോ ഒരു സ്ഥലത്തുണ്ട്, കാണാൻ ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ കാണാട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാണാം, അല്ലെങ്കിൽ നാളെ രാത്രി കാണാം ഗൈസ് സ്നോ. ഇത് റെയിൽവേ പാളൊക്കെ പോണതൊക്കെ അവിടെ നമ്മളൊരു ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഇറക്കിറങ്ങാൻ കയറ്റം കയറാം, ഇറക്കിറങ്ങാൻ കയറ്റം കയറാം. ഇത് തന്നെയാണ് പരിപാടി വരുന്നത്. ജമ്മു ഫുള്ള് നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത കാരണം വലിയ ആളനക്കൂല കേട്ടോ. നമ്മൾ ഊട്ടിയൊക്കെ പോകുന്ന ഒരു പ്രതീതി. ഫുള്ള് ഇങ്ങനത്തെ വണ്ടികളാണ്. എൻ്റെ അമ്മ, അങ്ങനത്തെ വണ്ടി വാങ്ങാൻ തോന്നിച്ചിട്ട്. സ്കോർപ്പിയോ എന്തോരം വണ്ടികളാണെന്നറിയാം. എല്ലോ കിട്ടിട്ട് മേലെന്തിട്ടാ, മേലൊന്നുമില്ല. പോട്ടെ. രാത്രി 7 മണിയായിട്ടാണ് ഞാൻ ഉധംപൂർ എത്തിയപ്പോൾ. ഞാൻ വിചാരിച്ചുള്ളൂ ലേറ്റ് ആവുമെന്ന്. പെട്ടെന്ന് തന്നെ ഒരു ഹോട്ടൽ റൂം എടുത്തു കേട്ടോ. തണവ് സഹിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുറത്ത് പോയി കുറച്ച് ഭക്ഷണ സാധനങ്ങളും വാങ്ങി റൂമിൽ പോയിട്ട് ഫുഡ് കഴിച്ച് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാ. ഉധംപൂരാണ് ഇപ്പം നിൽക്കുന്നത്. ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു നമുക്ക് ഹോട്ടൽ കിട്ടിയത് കേട്ടോ. ഹോട്ടലിന് നല്ല പ്രൈസാണ്. 1500 മുതൽ 2500 രൂപയ്ക്കാണ് വില വരുന്നത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു നോർമൽ റൂമിന് ഇവർ ചാർജ് ചെയ്യണത്. വേറെ വഴിയില്ല. നല്ല മഴയും അതുപോലെ തന്നെ നല്ല കാറ്റും മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കാനും സാധിച്ചില്ല. സോ ഇവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ താമസിക്കണത്. ഹൈവേയിലേക്ക് കയറിയിട്ടാ. ശ്രീനഗർ 186 ഉണ്ടോ ഹൈവേ. ഇനി ഫുള്ള് അങ്ങോട്ട് ക്ലൈമ്പുകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ ക്ലൈമറ്റ്, ഞാൻ ജീൻസും സാധനങ്ങളൊക്കെ തെർമലൊക്കെ എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഏറ്റവും 20 വരണുള്ളൂ കേട്ടോ. 20 വരെ വരണുള്ളൂ. അപ്പോൾ ഞാൻ തെർമലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് റൈഡ് ചെയ്യണം കേട്ടോ. ജീൻസ് ഇട്ടിട്ടുണ്ട്. സോ 186 കിലോമീറ്റർ. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ 150 കാട്ടിയേ. സോ നമ്മൾ ഹൈവേ കയറി. നമ്മുടെ ലാസ്റ്റത്തെ ഇത് കേട്ടോ സ്ട്രെച്ച്. തണവായി വരുന്നുണ്ട്. തണവ് കയറി വരുന്നുണ്ട് കേട്ടോ. ഉധംപൂർ തൊട്ട് ഇതായിരിക്കും. ചിലപ്പോൾ ഇന്ന് രാത്രി എത്തും, അല്ലെങ്കിൽ നാളെ രാത്രി ആവും കേട്ടോ. കാരണം ഈ 186 എന്ന് പറഞ്ഞാലും അതിലൊരു 10-30 കിലോമീറ്റർ നമുക്ക് വണ്ടിയിൽ പോകേണ്ടി വരും. കാരണം 2 ടണൽ വരുന്നുണ്ട്. ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ. വണ്ടിയിൽ കയറ്റി വിട്ടില്ലെന്നാണ് പറഞ്ഞത്, അറിയില്ല. അത് നോക്കണം.
പിന്നെ എത്രത്തോളം ക്ലൈംബ് ഉണ്ടോ അത്രത്തോളം ഇറക്കമുണ്ട് കേട്ടോ. അവിടെ നമുക്ക് കിലോമീറ്റർ നല്ലോണം കവർ ചെയ്യും. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഉദംപൂര് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പറ്റാവുന്ന സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്തു. കാരണം 186 കിലോമീറ്ററാണ് ഉദംപൂരിൽ നിന്നുള്ളത് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ നമുക്ക് ഫുഡോ കാര്യങ്ങളോ ഓൺ ദ വേയിൽ കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. ഫുള്ള് ഹില്ലി ആയിട്ടുള്ള ഏരിയ ആണ്. ഇന്നലെ നിങ്ങൾ കണ്ടു രാംകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിട്ട് വളരെ വിജനമായൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സെയിം റൂട്ട് രാംകോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഹില്ലി ആയിട്ടുള്ള ഏരിയയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും ബിസ്ക്കറ്റ്, ORS, ഇലക്ട്രോലൈറ്റ്സ് അങ്ങനെ എന്തെങ്കിലും മാക്സിമം ക്യാരി ചെയ്യട്ടെ. എപ്പോഴാണ് ഫുഡ് കിട്ടാതെ വരിക അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് എപ്പോഴാണ് കിട്ടുക എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് ഹില്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സാധനങ്ങൾ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി തന്നെ. ഗൈസ് പണിപ്പോൾ ആളിട്ടോ. മഴ പെയ്താൽ കുറച്ച് സീനാണ് മഴ പെയ്ത് കഴിഞ്ഞാട്ടോ. നമ്മുടെ സൈക്കിളിൻ്റെ ബാഗ് അങ്ങനെ അത്രയ്ക്ക് വാട്ടർ പ്രൂഫ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ 2 സാധനങ്ങൾ സ്ലീപ്പിംഗ് ബാഗും അതുപോലെ തന്നെ മാറ്റും നനഞ്ഞു കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല കേട്ടോ. അത് കുറച്ച് ഭാഗം നനഞ്ഞ് ഉള്ളിലേക്ക് ആയിട്ടുണ്ടാകും കുറച്ച് എന്തായാലും. അത് പണിയായി. ഞാൻ ഇപ്പോൾ ഇവിടെ കയറി നിൽക്കാം ഒരു ഹോട്ടലിൽ. അത്യാവശ്യത്തിന് ഹോട്ടലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പോകുള്ളൂ കേട്ടോ. ബാക്കി എന്തും ഞാൻ സഹിക്കും. മഴയത്ത് നടക്കില്ല പരിപാടി. നോക്കി നോക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു വഴി കാണും. മഴ ഇപ്പം നിൽക്കുന്നു വിചാരിക്കണു. വെയിൽ ഉദിച്ചിട്ടുണ്ട്. എത്ര സമയം അത് തുടരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടുന്ന് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ 4 കിലോമീറ്ററാണ് കാട്ടിയത്. എൻ്റെ അമ്മേ 4 കിലോമീറ്റർ നമ്മുടെ ആ ടണലിലേക്ക് കേട്ടോ. ടണലിലേക്ക് 4 കിലോമീറ്ററാണ് കാട്ടിയത്. അപ്പോൾ ആ 4 കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി പിടിക്കാം. അല്ലെങ്കിൽ ഹൈവേ അതോറിറ്റിക്കാർ തന്നെ വണ്ടിയിൽ കയറ്റി വരുന്ന പറഞ്ഞേ. സോ അടുത്ത മഴ വരണേക്കാട്ട് പിന്നെ പോട്ടെ കേട്ടോ. നല്ല വ്യൂ ഉണ്ട് ഗൈസ്. വെയിൽ തുച്ചപ്പോൾ വേറൊരു രസമായിട്ടോ. വേറൊരു മൂഡ് തന്നെ. കൊള്ളാം. നൈസ്. പയ്യെ കയറി തുടങ്ങിയില്ലെങ്കിലേ ഇടിവെട്ടണ സൗണ്ട് കണ്ടോ? സൗണ്ട് ഗൈസ് ഇടയ്ക്ക് നല്ല ഇടിവെട്ടും ഉണ്ട് കേട്ടോ. ഇടിവെട്ടും മഴയുണ്ട്. ഇടയ്ക്ക് ഇടിവെട്ടുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമില്ല എനിക്കറിയില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. തുടങ്ങി വെച്ച് നമ്മൾ വഴിയിലിട്ട് പോരുത്. എന്താ മോനെ കേൽ വണ്ടി. ഞാൻ നമ്പർ പ്ലേറ്റ് നോക്കിയ ഇവിടെ ഒന്നുകൂടി നോക്കിയേ. ഞാൻ പേര് ജോയൽ, തൃശ്ശൂര്. നിങ്ങള്? ഞാൻ നമ്പർ പ്ലേറ്റ് നോക്കിയപ്പോഴാണ് കേട്ടോ ആളെ പിടി കിട്ടിയേ. ഇത് സൈക്കിളാണ് വെറുതെ വയ്ക്കാറില്ലേ? നിങ്ങൾ ഇറങ്ങേണ്ടി വരുമല്ലേ? സൈക്കിളേ സ്റ്റാൻഡിൽ നിൽക്കില്ല. നിങ്ങള്? ഞാൻ ഡിസംബർ 29 സ്റ്റാർട്ട് ചെയ്തു. ആ ലൈവാണ്. ഹായ് പറഞ്ഞു. ഹായ്. പേര്? വേണ്ട, അവിടെ ഞാൻ ബ്ലർ ചെയ്യാം, കുഴപ്പമില്ല. ആ വ്ളോഗ് ഉണ്ട്. ജോയൽ ജോഷി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജോയൽ ജോഷി കണ്ട സെറ്റ്. അടിപൊളി. ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. മാക്സിമം കവർ ചെയ്യണം. 586 കിലോമീറ്റർ ഉണ്ടായിരിക്കും ഇന്ന്. സോ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറയട്ടെ ഗൈസ്. നമ്മൾ ടണലെത്തിയിട്ടാ. ടണലെത്തി. ചെന്നാനിയാണ് എത്തിയ വേണത്. സോ ഇവിടെ നിന്നാണ് നമുക്ക് കയറി പോകണ്ട കേട്ടാ. സോ ഇവരോട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. श्रीनगर केरला। हाँ साइकिल से 3 महीना हो गया। 3 months। हाँ अभी ये GoPro चल रहा है पूरा लाइव है। हाय चैनल का नाम क्या है? जोयल हाय टू कश्मीर। यस गाड़ी चला है पूरा। हाँ
चैनल का नाम यही है ना? हाँ यही है। कोई बात नहीं, हम करेंगे आपको। ठीक है। उधर किधर किधर है आदमी वो क्रॉस करने के लिए? ये आगे से हम यहाँ से आए। आगे। हाँ, टर्न ओके, उसके बोलने के उसके हेल्प करेगा आप क्रॉस हाँ, कर। कर देगा, कर देगा। ठीक है ठीक है। आ जा इधर से। ജോയൽ ജോയൽ യെസ് കേരള തൃശ്ശൂർ तृश्शूर यस वो हाँ श्रीनगर जा रहे हैं वो क्रॉस करने की। इसको सीधा चलते चलते आगे चले जाओ टनल के मुंह पे जहाँ पे टनल में एंट्री होती ना, हाँ जहाँ पे सुरंग में एंट्री होगी हाँ उधर स्टॉप हो जाना। ओके, एंट्री के पीछे। हाँ, ओके। उधर ही है जो टोल वाले, इनकी गाड़ी छाड़ी होगी, उसी में बाइक रख के टनल के पार छोड़ देंगे आप। ओके, वो इधर पास कर सकता है? हाँ हाँ, इधर हाँ इधर इधर से। से ओके ठीक है। हाँ, टनल से पहले। ओके समझ गया समझ गया। ठीक है, थैंक यू। ഇതാണ് ശ്രീ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ കേട്ടോ. ടണലിൻ്റെ എൻട്രി 9 കിലോമീറ്റർ ഉണ്ട് ടണൽ. സോ ഈ ടണലാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, स्टैंड नहीं इधर चलेगा. सो साइकिल उड़ा कितना बजे क्रॉस कर सकता है? अभी देखेंगे, हमारा साहब अंदर गया ना। हाँ ओके 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 समझ गया. ठीक है। ठीक है ठीक. एक घंटा में क्रॉस कर सकता है? ओके ओके. हाँ दे उधर वो. हेल्प यू। हाँ थैंक यू. करोगे so okay करेगा. Okay, yes yes, I will sit here. Okay, I will hold. स्टैंड लगा लो ना इसको। Yeah, it's वो ऐसे नहीं है, ऐसे गिरेंगे। पढ़ रखना है. कहाँ यात्रा पढ़ सुबह मैं कलर होना था, मैं कलर होना था। സോ സൈക്കിളിവിടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. സൈക്കിൾ കയറ്റി നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു കേട്ടോ. ക്യാമറ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലിൽ 9.28 കിലോമീറ്ററാണ് നീളം വരണത് കേട്ടോ. ഇതിൻ്റെ കിലോമീറ്റർ വരണത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ടണലും കൂടിയാണ് കേട്ടോ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ. ആർമിക്കാർ പിടിച്ചു നിർത്തി അവർ പറഞ്ഞു ഇനിയൊരു 50 കിലോമീറ്റർ ഉണ്ട്, അവിടെ കല്ല് ഇടയ്ക്കിടയ്ക്ക് വീഴുന്നൊരു സ്ഥലമാണ്, അതൊന്ന് കുറച്ച് സേഫ്റ്റി ഇഷ്യൂ ഉള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടോ. സോ കല്ല് മലയിൽ നിന്ന് ഉരുണ്ട് വീഴുന്ന സ്ഥലമാണ്. ലോക്കൽസ് പറയണമെന്നല്ലോ ആർമിക്കാർ പറയുമ്പോൾ, അതിൻ്റെ സീരിയസ്നെസ് മാറുമല്ലോ. നോക്കി നോക്കാം. അതാണ് ഈ ഒരു 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 50 കിലോമീറ്റർ. ആ പൊട്ട റോഡാണ്, കുറച്ച് മോശം വഴിയുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. സോ അതിനെക്കാട്ടും മുന്നേ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കണത്. കാരണം ഇപ്പോൾ 1 മണിയായി. ആ 50 കിലോമീറ്ററും കവർ ചെയ്യുമ്പോൾ ഈവനിങ് 4 മണിയാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. റിസ്ക് എടുക്കണ്ടല്ലോ വെറുതെ. വായനൊക്കെ പുക പോയി തുടങ്ങി കേട്ടോ. കൈ മരവിച്ച് തുടങ്ങി. ഇതുവരെ ഇല്ലാത്ത മരയിപ്പ് ആയി തുടങ്ങി കൈ. ഓ നല്ല കാഴ്ചയുണ്ട്. സോ നോക്കി നോക്കാം കേട്ടോ. ഗൈസ് ഇതാണ് കേട്ടോ ആ ഏരിയ പറഞ്ഞത് അവർ.
കണ്ട ഫുള്ള് കല്ല് വീഴണ കാരണം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നെറ്റ് വെച്ചിട്ട്. ഇതാണ് ആ ഏരിയ പറഞ്ഞേ. ഓ കൊള്ളാം കൊള്ളാം, അടിപൊളി. മോശം വഴിയാട്ടോ, വഴി കുറച്ച് മോശമാണ്, കുറച്ചല്ല നല്ല രീതിയിൽ മോശമാണ്. മഴയണി പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമാനമാവും. എൻ്റെ അമ്മേ, അടിപൊളി. വഴി കുറച്ച് മോശമാണ്, നല്ല രീതിയിൽ മോശമാണ്, അത്യാവശ്യത്തിന് റിസ്ക്കും ഉണ്ട്. ഈ ഭാഗം എത്രയും പെട്ടെന്ന് കവർ ചെയ്യണം കേട്ടോ. ആൾക്കാരുണ്ട്, തൊഴിലാളികളും എല്ലാം ഉണ്ട്, എന്നാലും ആർമിക്കാർ പറഞ്ഞതല്ലേ, വെറുതെ കളയണ്ടല്ലോ. സോ ഭയങ്കര ഇതാണല്ലോ എൻ്റെ മോനെ. ഓഫ് റോഡിനായിട്ടാ, ഓഫ് റോഡിങ് മോഡ് ഓൺ. ലഗേജ് ഉള്ള കാരണം ഫുള്ള് കുലുങ്ങി കുലുങ്ങി കുലുങ്ങി. എൻ്റെ അമ്മേ, ഫുള്ള് കുലുങ്ങി പോണ കാരണേ നമുക്ക് നമ്മുടെ MTVയിൽ പോകണം പോകാനും പറ്റില്ല, അതൊരു പ്രശ്നമാണ്. മരവിച്ച് സാമാന്യ മര്യാദ കാട്ടില്ല, സാമാന്യ മര്യാദ. ചെളി ഫുള്ള് തെറിപ്പിച്ചിട്ടാ പോയി. നമുക്കേ ഈ സൈഡ് പിടിക്കണ്ട കേട്ടോ, ഓപ്പോസിറ്റ് റൂട്ട് പോവാം. അതായത് റോങ് സൈഡ് പോവാട്ടോ, കാരണം അവിടെ നിന്ന് കല്ല് വീഴുന്നുണ്ടെങ്കിൽ തന്നെ അറിയാലോ, നേരെ ആ കല്ലിൻ്റെ ചോട്ടിൽ കൂടെ പോകണ്ടല്ലോ. ഓ ഫുള്ള് ഇറക്കാട്ടോ, നോക്കിയേ ഫുള്ള് ഇറക്കവും കാര്യങ്ങളാണ്. ഇതിവിടുത്തെ ബസ്സാട്ടോ, ഇതിവിടുത്തെ ബസ്സാണ്, നമ്മുടെ പ്രൈവറ്റ് ബസ്സില്ലേ, നമ്മുടെ പ്രൈവറ്റ് ബസ്സാണത്. എൻ്റെ പൊന്നെ, അതിൻ്റെ കവിളൊക്കെ നോക്കിയാൽ ചെക്കൻ്റെ കവിള് നോക്കിയത് റോസ് കളറ്, അവൻ്റെ കവിള് റോസ് കളറ്. അവിടെ എനിക്ക് മഞ്ഞുമല കാണാട്ടോ, ആ അറ്റത്ത്, ഇതവിടെ ആ ഭാഗങ്ങളിൽ. കുറച്ച് നേരത്തെ കണ്ടു തുടങ്ങിയ മലകളായിരുന്നു, ഇപ്പം ആ മലകൾ ഫുള്ള് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക. സോ ഫുള്ള് ഇറക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ, ഫുള്ള് ഇറക്കാൻ തോന്നുന്നുണ്ട്. ബ്രേക്കിൻ്റെ കട്ട ഞാൻ അതുവരെ മാറ്റിയിട്ടില്ല, ഫുള്ള് മാറ്റേണ്ടി വരും തോന്നുന്നുണ്ട്. നമുക്ക് പയ്യെ ഓവർടേക്ക് കേട്ടോ, റിസ്ക് ആണ്, എന്നാലും ഓക്കെ പയ്യെ സ്ലോ ആക്കാം. ഓ ഓനെ വെർത്താണ് കേട്ടോ, ഇത്രയും 3 മാസം കിടന്ന് കഷ്ടപ്പെട്ട് വന്നാലും സാധനം വെർത്താണ്, അടിപൊളി. ഇത്ര വേഗം രണ്ടാമത്തെ ടണലെത്തും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മള് രണ്ടാമത്തെ ടണലിലേക്ക് കിടക്കാൻ പോവാ, അതെന്തായാലും ഇതായിട്ടോ, അടിപൊളിയായി. എൻ്റെ പൊന്നെ, ഇത് നോക്കിയ ഫുള്ള് ആ കയറ്റം, ഈ മല അങ്ങോട്ട് കയറി പോയിട്ട് വേണമെങ്കിൽ പോവും ചെയ്യാട്ടോ. പിള്ളേർ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഫുള്ളൊരു മുഴക്ക.
നോക്കി ഫുള്ള് പാറക്കെട്ടുകള് എൻ്റെ പൊന്നെ എനിക്ക് മേലോട്ട് നോക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലുതാണോണ്ട്. നമുക്ക് ഈ സൈഡ് ചേർന്ന് പോവാം. നിങ്ങൾ നോക്കി ഒരു റൂട്ട് എന്തൊരു ഭംഗിയാ, അടിപൊളി. അപ്പുറത്ത് വേറൊരു വഴിയുണ്ട് കേട്ടോ, അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, ചുറ്റിനും മല. വാവ്, ഇവിടെ എന്തോ ചെറിയ ബ്ലോക്ക് ഉണ്ടല്ലോ. ഇവിടെ നിന്നാണോ ഇനി പണി തുടങ്ങണേ അറിയില്ല കേട്ടോ. ഇവിടെ പോയി നോക്കി നോക്കാം, എന്തോ നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെ. പയ്യെ പയ്യെ പോണുള്ളൂ കേട്ടോ വണ്ടികളൊക്കെ. ചേട്ടാ സൈഡ് തരണേ, സൈഡ് തരണേ. അയ്യോ ഭാഗ്യം, എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് ഇതായിരുന്നു കേട്ടോ പ്രശ്നം വരുന്നത്. ഒരു ഇത് മറിഞ്ഞ് ഒരു ടെമ്പോ ട്രാവലർ മറിഞ്ഞ്, അതായിരുന്നു ഇത്ര നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഓ മാൻ, ഡാർക്ക് സീൻ. എന്തിനും പറ്റിയോ ആൾക്കാർക്ക്. ഒരു ടെമ്പോ ട്രാവലർ മറിഞ്ഞ്. ഇത് ആർമിയുടെ വണ്ടിയാ. CRPF. ഇത് പയ്യെ നീങ്ങാട്ടോ. ഞാനും വിചാരിച്ച എന്താണ് ബ്ലോക്ക് എന്ന്. ടെമ്പോ ട്രാവലർ മറിഞ്ഞ്. എൻ്റെ കൈമ ഇത്ര പേർക്ക് മണല്, ഫുള്ള് മണൽ എൻ്റെ കൈമ നോക്കി. ഗൈസ് ഒരു ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. റൊട്ടിയും ഇത് കേട്ടോ, സബ്ജി കറിയും അച്ചാറും ഉണ്ട്. സോ ഞാനത് കാട്ടാറില്ലേ കാരണം എപ്പോഴും റൊട്ടിയും ഇതായതുകൊണ്ട് കേട്ടോ. സോ ഫുഡ് കഴിക്കട്ടെ ഗൈസ്, റൊട്ടി ആൻഡ് സബ്ജി കറി. ഹെവി വഴിയായി മാറുന്നുണ്ട് കേട്ടോ. ഫുള്ള് ചെളിമയാണ് ഗൈസ്, ഫുള്ള് ചെളിമയം. അവിടെ പുതിയ തുരങ്കം പണിയുന്നുണ്ടെന്ന് തോന്നിട്ട്, അതിൻ്റെ ഇതാണെന്നുണ്ട്. നോക്കിയ സൈഡിൽ, ആഹാ എന്താ ഫ്രെയിം നോക്ക്, അടിപൊളി. ഞാൻ കുറച്ചുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നിർത്തൂട്ടാ, യാത്ര നിർത്തും ഇന്നത്തെ, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ഇവിടെ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല, തണുത്ത് വിറയ്ക്കും. ഗൈസ് ഞാനിവിടെ സൈക്കിള് ഇവിടെ വെച്ചു കേട്ടോ. സേഫാണെന്നാണ് പറഞ്ഞത്. രാത്രി ഉള്ളിലേക്ക് എടുത്ത് മാറ്റാമെന്നൊക്കെ പറഞ്ഞു. മഴ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രീതിയിൽ മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടുന്ന് 130 കിലോമീറ്ററിലോട്ട്. അത് സ്ട്രെയിറ്റ് റോഡ് ഉണ്ട്, നല്ല വഴികളാണെന്നൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ഇനി റെസ്റ്റ് എടുക്കുന്നില്ല, 2 മണി ആയിട്ടുള്ളൂ ഉച്ചയ്ക്ക്. സോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സംഭവം റൂം എടുത്തു, ഇന്നലെ 1000 രൂപയ്ക്ക് റൂം എടുത്തു, ഇന്ന് 750 രൂപ കേട്ടോ റൂം. നല്ല റൂം കിട്ടിയിട്ടുണ്ട്, ഞാൻ കാട്ടിത്തരാം. സോ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഗ്യാസ് ഇരിക്കുന്നത്. എനിക്ക് മുട്ടയൊന്ന് പുഴുങ്ങണമെന്നുണ്ട്, അപ്പോൾ അതിനുള്ള വല്ല വഴി നോക്കണം. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇത് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കത്തിയുണ്ട്, കത്തി നമുക്ക് എടുക്കാം, വെള്ളം കുപ്പി എടുക്കാം. ബാക്കി ഗ്യാസും ടെൻറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതോട്ട് ഇരുന്നോളും. ലോക്ക് ചെയ്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ലോക്ക് ചെയ്യാം. ഞാൻ റൂമിലേക്ക് പോകാം. ഇതാണ് കേട്ടോ റൂം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ നല്ല ലാഭത്തിന് കിട്ടിയിട്ടാ. നല്ല ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ക്ലീനായിരുന്നു. ഇന്നലെ വന്നത്, ഇന്നലെ തന്ന റൂം ഭയങ്കര ഇതായിരുന്നു കേട്ടോ. 1000 രൂപയ്ക്ക് തന്ന റൂം ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു. ഞാൻ പിന്നെ അവരോട് പറയാണ്ട മിണ്ടാണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഒരു രാത്രിയിലത്തെ കാര്യമുള്ളൂ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്, ഞാൻ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. സോ അങ്ങനെ കുറേ ഇതുകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ ഭാഗങ്ങളിലൊക്കെ. എൻ്റെ അമ്മോ അടിപൊളി മോനെ. ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. ഇന്ന് ആകെ 50-60 കിലോമീറ്റർ
സൈക്കിൾ ചവിട്ടിയിട്ടുള്ളൂ. ശ്രീനഗർ ആ സൈഡിലേക്കാണ് പോണത് കേട്ടോ, ആ സൈഡിലേക്ക്. ഞാൻ അവിടെ നിന്ന് ഈ പാലം കയറി ഇവിടെ നിന്ന് ഇങ്ങോട്ട് യൂ ടേൺ എടുത്ത് വന്നു കേട്ടോ ഇങ്ങോട്ടേക്ക്. ഞാൻ പെട്രോൾ പമ്പിൽ ചോദിച്ചു, മഴ ആയ കാരണം ഇവിടെ രാത്രി ടെൻ്റ് അടിക്കാൻ പറ്റണില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുള്ളൂ. ലൈക്ക് എല്ലാം റെഡി ആവണ്ടേ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനെ കാശ് കൊടുത്ത് റൂം എടുത്ത് താമസിച്ചാൽ കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ കളഞ്ഞു എല്ലാം. സോ ഇവിടുന്നാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും. ഇത് അടച്ചിട്ടിട്ട് നമ്മുടെ റൂമിലേക്ക് പോവാം കേട്ടോ. റൂമിലേക്ക് പോവാം. ഞാൻ ഹീറ്റർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുളിക്കണം, എഡിറ്റ് ചെയ്യണം, ഒതുങ്ങണം കേട്ടോ. 2 മണി കഴിഞ്ഞിട്ടുള്ളൂ. സോ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ, നോക്കിയാൽ നല്ല രസമുണ്ട്. ഇവിടെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട് ഏതൊരു ഗ്രാമത്തിൽ, കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫ്രെയിമില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് അറിയിക്കുക. നാളെ വീഡിയോ വൈകുന്നേരം 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.